മലയാളികൾ പൊതുവെ വലിയ വിശ്വാസികളാണല്ലേ. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹാരം തേടി പോകുന്നത് പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലുമൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ മുതലെടുക്കുന്ന ആത്മീയാചാര്യന്മാരെ സൂക്ഷിക്കണം. തിരുവനന്തപുരം കണ്ണമൂലയിൽ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച ക്ഷേത്ര പൂജാരിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2019 പരീക്ഷാ പേടി ഉണ്ടായിരുന്ന 14കാരിക്ക് ബാധയേറ്റിട്ടുണ്ടെന്നും അത് ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് പറവൂർ സ്വദേശി ബിനീഷ് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഇങ്ങനെ ആത്മീയതയുടെ മറവിൽ വൃത്തികേട് കാട്ടുന്നവരെ വെറുതെ വിടാൻ കഴിയുമോ? കേസിൽ പൂജാരിക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 2 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും വിവിധ വകുപ്പുകളിലായി മരണം വരെ കഠിന തടവ് ശിക്ഷ അനുഭവിക്കണമെന്നുമാണ് ഉത്തരവ്. കേസിനാസ്പദമായ സംഭവം. പരീക്ഷാപ്പേടി ഉണ്ടായിരുന്ന 9ാം ക്ലാസ്സുകാരിയെ മാതാവ് പൂജാരിയുടെ അടുക്കൽ എത്തിക്കുകയായിരുന്നു. കുട്ടിക്ക് ബാധയേറ്റിട്ടുണ്ടെന്നും ഒഴിപ്പിക്കുന്നതിനായി പ്രത്യേക പൂജ ആവശ്യമാണെന്നും മാതാവിനെ പൂജാരി പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് കുട്ടിയെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള പൂജാമുറിക്കുള്ളിൽ കൂട്ടിക്കൊണ്ടുപോയി ജനനേന്ദ്രിയത്തിനുള്ളിൽ മരപ്പാവകളും നാണയത്തുട്ടുകളും ഇരുമ്പാണികളും കയറ്റിയതായാണ് കേസ്. തുടർന്നും പരീക്ഷാപ്പേടി മാറാത്തതിനാൽ മാതാവ് അടുത്തുള്ള ഒരു മെന്റൽ എയ്ഡ് ക്യാമ്പിൽ കൊണ്ടുപോയപ്പോഴാണ് അവിടുത്തെ ഡോക്ടറോട് കുട്ടി പീഡനവിവരം വെളിപ്പെടുത്തിയത്. ഡോക്ടർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ലം പോലീസ് കേസെടുക്കുകയും കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. തൈക്കാട് ആശുപത്രിയിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ കുട്ടി നേരിട്ട ക്രൂരതയുടെ മുറിപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇത് കേസിൽ നിർണായക തെളിവായി. പ്രതി എറണാകുളം പറവൂർ മൂത്തകുന്ന് സ്വദേശി 45കാരൻ ബിനീഷിനെ ഇരട്ട ജീവപര്യന്തത്തിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി ശിക്ഷിച്ചത്. തിരുവനന്തപുരം പോക്സോ ജില്ലാ ജഡ്ജി MP ഷിബുവാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ വിധിച്ചത്. പ്രതി ബിനീഷിന്റെ പൂജാമുറിയിൽ നിന്നും പോലീസ് വ്യത്യസ്ത രൂപത്തിലുള്ള തടിപ്പാവകൾ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 51 പാവകളിൽ നിന്നും തന്നെ ഉപദ്രവിക്കാൻ പ്രതി ഉപയോഗിച്ച തടിപ്പാവ വിസ്താരവേളയിൽ പെൺകുട്ടി തിരിച്ചറിയുകയും ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.